കേരളത്തിലെത്തുന്ന അർജന്റീന ടീമിനെ ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കും. മെസ്സിക്ക് പുറമെ ആരൊക്കെ എന്നതിലാണ് ആകാംക്ഷ. മത്സരത്തിന് തീയതിയും എതിരാളികളെയും 2 ദിവസത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കും. ഹെക്ടർ ഡാനിയൽ കബ്രേര ആണ് ഇക്കാര്യം അറിയിച്ചത്. കലൂർ സ്റ്റേഡിയത്തിലെ മോടി പിടിപ്പിക്കൽ ഉടൻ തുടങ്ങും. വിനീത വേണുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, എന്തായാലും വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിരിക്കുകയാണ് മലയാളക്കര മെസ്സി പടയെ സ്വാഗതം ചെയ്യാൻ. അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം അർജന്റീനയ്ക്കെതിരെ കളിക്കുന്നത് ആരാണ്? ഓസ്ട്രേലിയയുടെ പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ അതിലും ഒരു വ്യക്തത വരാനുണ്ട്, സ്ഥിരീകരണം വരാനുണ്ട്. അതൊക്കെ ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ വിനീത? ശ്രുതി, കീർത്തന, ഏതായാലും ഇനി 50 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. മെസ്സിപ്പട ഇങ്ങ് കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഒരുക്കങ്ങൾ ഏതായാലും അന്തിമഘട്ടത്തിലാണ്. ഇന്നലെ അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര തന്നെ ഇതൊക്കെ നേരിട്ടെത്തി വിലയിരുത്തുകയും ചെയ്തതാണ്. സ്റ്റേഡിയം താമസം, സുരക്ഷാ ക്രമീകരണം, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും പൂർണ്ണ തൃപ്തി എന്നാണ് കബ്രേര അറിയിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് അറിയേണ്ടത് എപ്പോഴാണ് ടീം എത്തുക എന്നതാണ്. നവംബർ 15 തന്നെ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മത്സരം എന്ന് നടക്കും, ഫാൻസ് ഷോ എന്ന് നടക്കും തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗികമായ തീരുമാനം ലഭിച്ച ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തുമെന്നാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്നലെ അറിയിക്കുകയും ചെയ്തത്. മത്സര തീയതിയും എതിരാളികൾ ആര് എന്നതിലും ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ടീമുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം ഓസ്ട്രേലിയ ഫിഫ റാങ്കിങ്ങിൽ 25ാം സ്ഥാനത്തുള്ള ടീമാണ്. അത്തരത്തിൽ ഒരു ഉഗ്രൻ ടീമുമായി തന്നെ കളിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. അക്കാര്യങ്ങളിൽ ഉടൻ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. ഇനി അറിയേണ്ട മറ്റൊരു കാര്യം അർജന്റീന ടീമിൽ ആരൊക്കെ എന്നതാണ്. മെസ്സിയുടെ പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടുണ്ട്. മെസ്സിക്കൊപ്പം ആരൊക്കെ എത്തും എന്നുള്ള കാര്യങ്ങളിലും ഈ ഹെക്ടർ ഡാനിയൽ കബ്രേര അർജന്റീനയിൽ എത്തിയ ശേഷം ചർച്ചകൾ നടത്തി ഒരാഴ്ചയ്ക്കകം തന്നെ അതിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ 3 കാര്യങ്ങളിൽ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തീരുമാനമുണ്ടാകും. ഇനി കലൂർ സ്റ്റേഡിയത്തിലെ മോടി പിടിപ്പിക്കലാണ്. അതും ഇന്നോ നാളെയോ തന്നെ തുടങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരമാവധി കാണികളെ ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിൽ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമാക്കുമെന്നാണ് റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിൻ അറിയിക്കുകയും ചെയ്തത്. സാധാരണക്കാർക്ക് മെസ്സിയെ കാണാനുള്ള അവസരം ഒരുക്കും. അതായത് എല്ലാ ആരാധകർക്കും, ഒരു അർജന്റീന ആരാധകനും ഒരു മെസ്സി ആരാധകനും നിരാശനാകേണ്ടി വരില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് റോഡ് ഷോയുടെ കാര്യത്തിലും തീരുമാനമുടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നലെ നടന്ന ചർച്ചകളെല്ലാം ഫലപ്രദമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചി ഹോളിഡേ ഇൻ ഹോട്ടലിലും റിപ്പോർട്ടർ TV ആസ്ഥാനത്ത് നടന്ന ചർച്ചകളിൽ നമുക്കറിയാവുന്ന പോലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ, സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചെയർമാൻ റോജി അഗസ്റ്റിൻ, MD ആൻഡോ അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ, ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, വൈസ് ചെയർമാൻ VC പ്രവീൺ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി തുടങ്ങിയവരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. അത്തരം ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം തന്നെ ഫലപ്രദമാണ്, പോസിറ്റീവാണ് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റു കാര്യങ്ങളിൽ ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടികൾ, അതായത് എതിർ ടീം ആരാകും, മത്സര തീയതി എന്നാണ്, ഫാൻ ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നതാണ് അറിയേണ്ടത്. അതിലൊക്കെ തന്നെയും ഈ ആഴ്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ്. ശരി, മത്സര തീയതി, മെസ്സിപ്പടയിൽ ആരൊക്കെ, എതിരാളികൾ ആരൊക്കെ എന്ന് നമുക്ക് ഉടനെ അറിയാം. പ്രേക്ഷകർ കാത്തിരിക്കും.